കുണ്ടറ ഇത്തവണയും കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഈ അണികളുടെ ആവേശത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. 2021 സമാനമായ ആവേശമായിരുന്നു ഞാൻ വന്നപ്പോൾ. അതേ ആവേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. UDF പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. ജനങ്ങൾ കൂടെയുണ്ട്. വലിയ വിജയം ഇത്തവണയും കുണ്ടറയിൽ UDF-നുണ്ടാകും. ഈ UDF-ൽ നമ്മൾ കണ്ണേ കരളെ കുഞ്ഞൂഞ്ഞി എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ണേ കരളെ PC എന്നാണ് കേൾക്കുന്നത്. എന്താണ്? അല്ല, കുഞ്ഞൂഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അതൊരു ധൈര്യമാണ്. എങ്ങനെയാണെങ്കിലും എപ്പോൾ കേട്ടാലും. കാരണം ഞങ്ങളെയൊക്കെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതും വളർത്തിയതും വലുതാക്കിയതും എല്ലാം ഉമ്മൻചാണ്ടി സാറാണ്. എനിക്ക് ആദ്യമായി നിയമസഭയിൽ സീറ്റുണ്ടെന്ന് എന്നെ ഡൽഹിയിൽ നിന്ന് ഫോണിൽ വിളിച്ച് പറയുന്നത് സാറാണ്, ചെങ്ങന്നൂരിൽ. കഴിഞ്ഞ വർഷം എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു 2 മണിക്കൂറോളം റോഡ് ഷോ നടത്തി. അദ്ദേഹം അന്ന് അറിയാലോ, ശാരീരികമായ അവശതയുണ്ടായിരുന്നു. 2 ദിവസം കൂടുമ്പോൾ വിളിച്ചു ചോദിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ. ഇത്തവണ സാറ് ഇല്ല എന്നുള്ള ഒരു മാനസികമായ പ്രയാസമുണ്ട്. പക്ഷേ സാറിൻ്റെ ഒരു ആത്മീയ സാന്നിധ്യം ഇവിടെ ഉണ്ട്, ഭൗതിക സാന്നിധ്യം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ഏത് രൂപത്തിലാണെങ്കിലും ഓർക്കാനൊരു അവസരം ഉണ്ടാകുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് നേരിടാൻ പോകുന്നത്. തീർച്ചയായും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്ത ഒരു ഇലക്ഷൻ, അത് എല്ലാ സ്ഥാനാർത്ഥികൾക്കും അത്തരത്തിലൊരു പ്രയാസമുള്ളതായിരിക്കും. പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മ തന്നെ ഒരു കരുത്താണ്. കുണ്ടറയിൽ ഉൾപ്പെടെ വലിയൊരു UDF തരംഗം ഉണ്ടാകാൻ പോകുന്നു. അതിന്റെ സൂചനയാണ് അണികളുടെ ആവേശം എന്നതാണോ? തീർച്ചയായിട്ടുമാണ്. കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി തന്നെ ജനങ്ങളുടെ മാൻഡേറ്റ് ക്ലിയർ ആയിരുന്നു. ജനം ഈ സർക്കാരിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്രയും വേഗം ഈ സർക്കാർ മാറണം എന്നാഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ ആ മാറ്റത്തിൻ്റെ ഒരു പ്രകടമായ സൂചനയായിട്ട് കൂടി ഈ ആവേശത്തെ കാണാൻ കഴിയും. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ പ്രചാരണം. ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാൻ വൈകിയെന്ന്? ഇല്ല, വൈകുന്നില്ല. ഞങ്ങളിപ്പോൾ ഇന്നലെ ഞങ്ങളുടെ 1ാം ഘട്ട പട്ടിക പൂർത്തിയാക്കി. 2ാം ഘട്ട പത്രിക ഇന്നുകൊണ്ട് പൂർത്തിയാകാനുള്ള എല്ലാ ചർച്ചകളും ഡൽഹിയിൽ ഇന്നിപ്പോൾ വൈകുന്നേരം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നത്തെ CUC-യുടെ കഴിയുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാകും. UDF-ൻ്റെയും കഴിഞ്ഞു. കുണ്ടറയിലെ ജനങ്ങൾക്കുള്ള PC വിശ്വനാഥിന്റെ ഉറപ്പ് എന്തൊക്കെയാണ്, വാഗ്ദാനങ്ങൾ? ഞാൻ കഴിഞ്ഞ വർഷം അവരോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. പള്ളിമുക്ക് മേൽപ്പാലം എൻ്റെ 5 വർഷ സമയം കൊണ്ട് തന്നെ അത് കടലാസിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് കയറി. സ്ഥലം ഏറ്റെടുപ്പ് നടക്കുകയാണ്. അത് പൂർത്തിയായാൽ പാലം പണി ആരംഭിക്കാൻ പോവുകയാണ്. കുണ്ടറയിൽ മാതൃകയായ ഒരു സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കണക്ട് കുണ്ടറ ഇവിടെ കൊണ്ടുവന്നു. ഇവിടുത്തെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി ഒരു സ്മാർട്ട് മണ്ഡലമായി കുണ്ടറ മാറി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതെല്ലാം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ആശുപത്രി, ബഹുനില മന്ദിരം ഈ 5 വർഷ സമയം കൊണ്ടാണ് അതിൻ്റെ മനോഹരമായി അത് പൂർത്തിയാക്കിയത്. അപ്പോൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാ 5 പഞ്ചായത്തിൽ കളിക്കളങ്ങൾക്ക് തുക അനുവദിച്ചു സർക്കാരിന് വേണ്ടിയിട്ട്. സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് MLA ഫണ്ട്, ബഡ്ജറ്റ് ഫണ്ട് എല്ലാം അതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായും ഇനിയും കശുവണ്ടി മേഖല എനിക്ക് ഗവൺമെൻറ്റിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. നിയമസഭയിൽ ഒരുപാട് തവണ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ കശുവണ്ടി മേഖലയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആദ്യത്തെ പ്രയോറിറ്റി കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ കശുവണ്ടി വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതായിരിക്കും. ഈ യാത്ര വിജയത്തിലേക്കുള്ളതാണ്. തീർച്ചയായും ഇത് വിജയാഹ്ലാദ യാത്രയുടെ തുടക്കമാണ്. വിജയാഹ്ലാദ യാത്രയുടെ തുടക്കമാണെന്നുള്ളതാണ് PC വിശ്വനാഥ് പറയുന്നത്. കുണ്ടറയിൽ ഉൾപ്പെടെ വലിയ UDF തരംഗം ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ, ആത്മവിശ്വാസമാണ്